ഇവൻ തെറ്റുകാരനാണ്, അതിന്റെ കുറ്റബോധത്തിൽ ചെയ്തു, പ്രതിയായി ചേർക്കപ്പെട്ട കാരണം ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു അങ്ങനെ പറയും. അങ്ങനെ മാറും. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചു, അങ്ങനെയും ചിന്തിക്കും. എവിടെയെങ്കിലും ഈ വ്യക്തി ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റി ചെയ്തതായിട്ട് ആരെങ്കിലും പറഞ്ഞു? അയാളെ മുഖം അടക്കാണ് ആ ലേഡി ഇട്ടിട്ടുള്ള, ആരും പറഞ്ഞിട്ടില്ല. ഇവരത് കേസ് ആയിട്ട് മുന്നോട്ട് പോകാനും ഇവർ റെഡിയല്ല. പൊതുപ്രവർത്തകയായിട്ടും അങ്ങനെ ഈ മാതൃക കാണിക്കാൻ അവർ റെഡിയല്ല. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നു. എന്തെന്നാ ഇതാണോ സൈക്കോളജി പഠിച്ച ഒരാൾ ചെയ്യുക? തുടക്ക സമയത്തൊക്കെ നോക്കിയപ്പോൾ മസ്താനിയുടെ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഭയങ്കരമായിട്ട് കൂടി. ആളുകൾ ഭയങ്കര അവെയർ ആയി തുടങ്ങി. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പ്രതികരിക്കാം. അപ്പോൾ സവാദിനെ എന്തായാലും വിളിപ്പിക്കാൻ ഇറങ്ങാത്ത? സവാദിനെ മതം പറഞ്ഞ് കുറേ ടീം വിളിപ്പിക്കാൻ ഇറങ്ങിയിരുന്നു. രണ്ടാമതും കയറി ബസ്സിൽ കയറി ഇതേ തെമ്മാടിത്തരം കാണിച്ചപ്പോൾ ആളെ മനസ്സിലായി, എല്ലാവരും സ്കൂട്ടായി. ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവരെ, ഞാൻ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, ശ്രീലക്ഷ്മി അറപ്പ്, അതിൽ കൂടുതൽ വാക്കില്ല. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, ഈ 60-70 കഴിഞ്ഞവരുടെ ഒരു വിളയാട്ടം കൂടുതലാണ്. സത്യഭാമ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കലാഭവൻ സത്യഭാമ. അവർക്കറിയാം ആ ഏജിൽ അവരാരും ഒന്നും പറയാൻ പോകില്ല. സോളിഡ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. ആണിന് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇല്ല എന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ദെയർ. സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. വട്ടിയൂർക്കാവ് അജിത് കുമാർ, ഇയാളാണ് മെൻസ് അസോസിയേഷൻ്റെ മെയിനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യേനെ, പൈസ കയ്യിൽ വന്ന സ്വന്തം ഭാര്യേനെ, അമ്മേനെ തീയിട്ട് ചുടുന്നു പറഞ്ഞതാണ്. ഇന്ത്യയിലുണ്ട് വോയിസ് ഇരിക്കും. ഞാനാണത് 24 ഹാഷ്മിക്ക് അയച്ചു. ഡിഫമേഷൻ വരും, ക്രിമിനൽ കേസ് വരും, പല രീതിയിലുള്ള ത്രെട്ടുകൾ വരും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ സാധനം കൊണ്ട് നമുക്ക് വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാനാണ് പറയാൻ നോക്കുന്നത്. എന്ത് ലൈഫിൽ സംഭവിച്ചാലും ഒരാൾക്കൂട്ട വിചാരണ എനിക്കെതിരെ വരും. ഞാൻ പ്രിപ്പയർഡാണ്. ലൈഫിൽ ഇനി എല്ലാവരും അങ്ങനെ ആവണം. എല്ലാം മൂലം അടയ്ക്കണം. അടച്ചു പൂട്ടിയിട്ടേ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ വിഷയം ഡ്രോപ്പ് ചെയ്യുകയാണ്. ആവശ്യമില്ല. ഇതിന് നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങളെ, സമകാലിക വിഷയങ്ങളെ ഒരു പക്ഷെ നമ്മളിലേക്ക് എത്തുന്ന ചില പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഒരു പക്ഷെ മലയാളത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും ആദ്യം നമ്മളിലേക്ക് എത്തുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കാം. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഇരിക്കുന്നതിലും ചില പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട്. സോ കൂടിയുള്ളത് സീക്രട്ട് ഏജന്റാണ്, സായിയാണ്. സോ നമസ്കാരം. നമസ്കാരം. ആൻഡ് നമ്മൾ മുമ്പിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, എപ്പോഴും റിയാക്ഷനിലാണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നതിലാണെങ്കിലും സായി എപ്പോഴും ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം എല്ലാ മേഖലയെയും കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളക്കരയിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു വിഷയം, ദീപക് വിഷയത്തിൽ സായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇത് ആദ്യം റിയാക്ട് ചെയ്യേണ്ട വിചാരിച്ചൊരു കാര്യം കൂടിയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നടക്കുന്നു, ഞാനും ഇതെടുത്ത് അതിന് അനാവശ്യമായിട്ട് റീച്ച് കൊടുക്കേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അതിലേക്ക് തന്നെ കൊണ്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് എന്താ ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്? ഇല്ല, ഇതൊരു ഇപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ച് പോകുന്ന ഒരാൾ, അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കര പ്രിപ്പയർഡായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനത്തിന് സംഭവിക്കാം. കാരണം ഒരു ദിവസം തന്നെ ഇപ്പോൾ പറഞ്ഞ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല, എൻ്റെ ഒരു ചാനലിൽ തന്നെ എനിക്കൊരു 2 വീഡിയോ, ഒരു വീഡിയോ കേട്ട് എങ്ങനെയും കിട്ടും. ബസ്സിൽ നിന്ന്, ട്രെയിനിൽ നിന്ന്, മെജോറിറ്റിയും ബസ്സും ട്രെയിനുമാണ്. ഇതിങ്ങനെ വരും. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒന്നിങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ലോങ് നിന്ന് എടുക്കുന്നതായിരിക്കും, അടുത്തുള്ള ആൾ എടുക്കുന്നതായിരിക്കും. കുറേ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായി, ഓക്കെ ഇതിൽ സോർട്ട് ചെയ്യേണ്ട ഇതിലൊരു ഓഡിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എല്ലാം വരുന്നത് നമുക്ക് എടുത്തിട്ട് തുടക്ക സമയത്തൊക്കെ നോക്കിയപ്പോൾ മസ്താനിയുടെ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഭയങ്കരമായിട്ട് കൂടി. ആളുകൾ ഭയങ്കര അവെയർ ആയി തുടങ്ങി. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, പ്രതികരിക്കാം. അത് ജെനുവിൻ ആയിരുന്നു. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി മുഖം അടിച്ച് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അതിലൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഫേസ് ചേഞ്ച് ആയി. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ജെനുവിൻ ആയിട്ടുള്ള പല കേസുകളും ചിലപ്പോൾ ഇതിൽ മുങ്ങിപ്പോവാം. പക്ഷേ സൊസൈറ്റിയിൽ ഇതിൽ നിന്നൊരു എന്തെങ്കിലും റീച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വിസിബിലിറ്റി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടികൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഫേസ് ചേഞ്ച് ആവുന്നത്. അപ്പം നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഇപ്പം എല്ലാവരും വിചാരം നമ്മളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. നോ, നമ്മളൊക്കെ കണക്റ്റഡാണ്. റിയാക്ഷൻ ചാനൽസ് ഓൾമോസ്റ്റ് എല്ലാം കണക്റ്റഡ്. നമ്മൾ തന്നെ സംസാരിക്കാൻ തുടങ്ങി, ചെയ്യണോ വേണ്ടേ, ഇതിൻ്റെ പിന്നിൽ എന്താ. കാരണം നമ്മൾ സൊസൈറ്റിക്ക് ഇത് നമ്മളൊരു ഭാഗമാണ് ഇതിൻ്റെ. കാരണം ആരും കാണാത്ത വീഡിയോ നമുക്ക് അയച്ചു തരുന്നത് നമ്മൾ 10 ആളെ കാണിക്കാനാണ്. നമ്മൾ കാണിച്ചു തുടങ്ങിയ ഒരു ഐറ്റമാണ്. ആ സംഗതിയുടെ ഒരു ഫേസ് ചേഞ്ച് ആയി ഇത് വേറെ രീതിക്ക് ആളുകൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്യാനും ശ്രമിക്കണം. 1-2 വീഡിയോസൊക്കെ റീസെൻ്റായി വന്നപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു. ഈ അപ്സ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി, ഇതെന്താ ഇങ്ങനെ, നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ശരിയാണ്, പലരും പറയുന്നുണ്ട് നിയമപരമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതൊന്നും അല്ല. ഇപ്പം ഞാൻ നാളെ ഇപ്പം ഈ വ്യക്തി ദീപക് സൂയിസൈഡ് ചെയ്തു.
ഈ വ്യക്തി ഒരു FIR ഇട്ടതിന് ശേഷമാണ് ഈ വീഡിയോ ഔട്ട് ചെയ്തത്, അതിന് ശേഷമാണ് ദീപക് സൂയിസൈഡ് ചെയ്തത്. ഇതിൻ്റെ നറേറ്റീവ് എങ്ങനെയായിരിക്കും? ഇത് ഏത് ഡയമെൻഷനിൽ തിരിയും? ഞാൻ പറഞ്ഞു തരാം. ഇവൻ തെറ്റുകാരനാണ്, അതിന്റെ കുറ്റബോധത്തിൽ ചെയ്തതാണ്, അല്ലെങ്കിൽ പ്രതിയായി ചേർക്കപ്പെട്ട കാരണം ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു അങ്ങനെ മാറും. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചു, അങ്ങനെയും ചിന്തിക്കും എന്നുള്ളതാണ് അതിൽ. ഇതുവരെ ഒരു FIR സാധനം ഇട്ടില്ല. ഇവർക്ക് എന്തുകൊണ്ട് FIR ഇടാനുള്ള മടി തോന്നിയത്? ഇവരൊരു പൊതുപ്രവർത്തകയാണ്, വാർഡ് മെമ്പർ കൂടിയാണ്, വാർഡ് മെമ്പറാണ്. അത്യാവശ്യം എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെപ്പോഴുള്ള ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. സോ അത്യാവശ്യം ആൾക്കാരെ അറിയാം. ഒരു ഫോട്ടോ എടുക്കാൻ ഒരു വേദിയിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വെറുതെ എത്തിപ്പെടില്ല. സോ അവർക്ക് അത്യാവശ്യം ആളുകൾ അറിയാം. നാട്ടിൽ പോലീസുകാരായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള അവരെന്നെ പറയുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ വിളിച്ചിട്ട് ഞാൻ ആ സ്റ്റേഷനിൽ ഒരാളെ വിളിച്ചു, വടകര സ്റ്റേഷനിൽ എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇനി അതൊന്നും വേണ്ട. ഈ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ എന്നുള്ള സാധനത്തിന് പോൾ ആപ്പ് ഉണ്ട്. അതിനകത്ത് ഈ വീഡിയോ എടുത്തത് അവിടെ അപ്ലോഡ് ചെയ്തിട്ട് അവിടുന്ന് ഇവർക്ക് അവരുടെ ഐഡന്റിറ്റിയെ പുറത്തു വരില്ല. പോൾ ആപ്പിനകത്ത് പോലീസിന് ഈ സാധനം ഇട്ട് കൊടുത്താൽ FIR ഇട്ട് ആദ്യം കംപ്ലൈന്റ് പോയാൽ വിളിച്ച് ചോദിക്കും, എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, ഏത് ബസ്, എല്ലാം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത ഐഡന്റിറ്റി വരെ പുറത്തു വരാതെ ഒരു കംപ്ലൈന്റ്. ഐഡന്റിറ്റി പുറത്തു വരുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല, കാരണം പ്രശ്നമില്ല. അങ്ങനത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരത് കേസ് ആയിട്ട് മുന്നോട്ട് പോകാനും ഇവർ റെഡിയല്ല. പൊതുപ്രവർത്തകയായിട്ടും അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ അവർ റെഡിയല്ല. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നു. എന്തെന്നാ ഇത്? ഇതാണോ സൈക്കോളജി പഠിച്ച ഒരാൾ ചെയ്യുക? അത് ഓൾറെഡി ഈ വിഷയം വരുന്നേക്കാൾ മുമ്പ് തന്നെ ഇതിൽ തെറ്റും ശരികൾ. ഇപ്പൊ ആദ്യം സവാദ് വിഷയത്തിൽ വന്നു, അതിൽ ആദ്യം പ്രതികൂലിച്ചു, പിന്നെ അനുകൂലിച്ചു, രണ്ടാമതൊരു കേസ് വന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതാണ്. അതെ, അതിനുശേഷം ഈ ബസ്സുകൾ ഉണ്ടാവുന്നത് പലതരത്തിൽ കണ്ടിട്ടുണ്ട്. ഇതിലെ യാഥാർത്ഥ്യമുള്ളതുകൊണ്ട് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് പരസ്യങ്ങളുടെ ഭാഗമായിട്ട് ഇത്ര കോണ്ടന്റ് ആക്കി മാറ്റിയവരുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ തെറ്റിദ്ധാരണ മാറ്റുന്നുണ്ടെന്ന് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അറിയേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പൊ ഒരു പൊതുപ്രവർത്തി കൂടി ആകുമ്പോൾ ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയത് ഈ പോലീസ് കേസ് മാത്രമൊന്നുമല്ല. ദീപകിന്റെ മുന്നിൽ നിന്ന സ്ത്രീ അവരുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് അവരെ ദീപക് കൊണ്ടുപോകുന്നു. അവര് ഭയങ്കര ഓറിയന്റേഷൻ തെറ്റിയ പോലെ നിൽക്കുന്നു. അവരുടെ മുഖം കണ്ടു എന്നാണ് ആര് പറയുന്നത്? അതെ, മുമ്പിൽ നിൽക്കുന്ന ആള് കംഫർട്ട് അല്ല എന്നുള്ളത് റിയലൈസ് ചെയ്തോണ്ട് ഫസ്റ്റ് പോയിന്റ് പറയണേ. അല്ല, ഇവര് റിയലൈസ് ചെയ്തു എന്ന് എങ്ങനെ പറയുന്നത് അറിയോ? മുന്നിൽ നിൽക്കുന്ന ലേഡിയുടെ മുഖം കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് ചിട്ടി റോബോട്ട് ഒന്നുമല്ലല്ലോ 360 ഡിഗ്രി തല കറക്കിയിട്ട് മുഖം കാണിച്ചു കൊടുക്കാൻ. ഒരു ബസ്സാണ്, അത്രയും കൺജസ്റ്റഡ് ആണ്. ആ ലേഡിക്ക് ഇപ്പൊ ബാക്കിൽ നിൽക്കുന്ന ദീപകിന്റെ ഒരു പുഷും ഉണ്ട്. അവർ കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ നോക്കൂ, തിരിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കുമായിരിക്കും. അപ്പൊ പിന്നെ ഇതിന്റെ 10 ആള് വേറെ കാണില്ലേ? ആ വണ്ടിയിലുള്ള വേറെ ആളുകൾ കാണും. ഇത്രയും പ്രശ്നം നടന്നു, ആ ലേഡി വരില്ലേ? ഇനിയിപ്പോ എന്തായാലും പോലീസ് അന്നത്തെ റൂട്ടിലുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, പാസഞ്ചർ ലിസ്റ്റ് എടുക്കും, കാര്യങ്ങൾ എടുക്കും. പണിയായിരിക്കും. കാരണം അത്രയും ആൾക്കാർ, ഇത് നമ്മളെ ബസ്സിന്റെ ഒക്കെ അവസ്ഥ അറിയാലോ. ഇതിനകത്തൊരു ക്യാം ഇല്ല, വന്നു പോയതിന്റെ വേറെ ബോട്ട്സ് ഇല്ല, ഒന്നുമില്ല. കിട്ടുകയാണെങ്കിൽ എല്ലാവരും ലിസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ദീപക്കിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ആ ഫ്രണ്ടിൽ നിന്ന് ലേഡിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? പറയാതിരിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയാതിരിക്കും, അങ്ങനെയും സംഭവിക്കാം. ഇനി അവര് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ ഈ ദീപകിന്റെ പിന്നാലെ പോയി ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അയാളെങ്കിലും കിട്ടൂലോ, അതും പോട്ടെ. CDR റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവരാരെ വിളിച്ചു എന്നറിയാലോ. ഇവര് പോലീസിനെ വിളിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് അതും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നല്ല ശരിക്കും അവരുടെ റീച്ച്. ഇപ്പൊ നോർമൽ കമന്റിൽ വരുന്ന ലൈക്കിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. അവർ പൊതുപ്രവർത്തനം കൂടിയാണ്. ശരിക്കും അവർ ഇതിനെ റിയാക്ട് ചെയ്യുന്നു, ഇത്തരം വിഷയങ്ങളിൽ മുഖ്യധാരയിൽ വരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കൂടി അങ്ങനെ ഒരു ആണ്. കാരണം അവരതിനകത്ത് പറഞ്ഞ മൊത്തം ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ ടേംസ് ആണ്, മെഡിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞിട്ടാണ് അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ പോകുന്നത്. പേഴ്സണൽ ബൗണ്ടറി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ടെക്നിക്കൽ ടേംസ് ഒക്കെ പറയുന്നുണ്ട്. മേ ബി ഒരു ഷോ ഓഫിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാനായിരിക്കും. ഇതൊന്നും അങ്ങനെയല്ലല്ലോ പ്രൂവ് ചെയ്യണ്ടേ, ഇത് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട സാധനമല്ല. ഐ ഡൗട്ട് അവർക്ക് ആ സർട്ടിഫിക്കേഷൻ തന്നെ ഫേക്ക് ആണോ സംശയമുണ്ട്. കാരണം എപ്പോഴും എൻ്റെ അറിവിലൊരു സൈക്കോളജി കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ രോഗലക്ഷണമുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യുകയല്ല ചെയ്യുക, അവരെ മാക്സിമം ഒപ്പം പിടിച്ച് ആ ലക്ഷണത്തിൽ പഠിച്ച് അതിൽ നിന്ന് അവരെ മാറ്റാനാണ് ശ്രമിക്കുക. അങ്ങനെയാ ചെയ്യുക. അല്ലാതെ ഇത് പബ്ലിക്കിന് ഇട്ട് കൊടുത്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയൊന്നും സൈക്കോളജിയിൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ സായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആള് മരണത്തിനേക്കാൾ മുമ്പ് FIR വന്നു, ആള് പ്രതിയെ ചേർക്കപ്പെട്ടു, എന്നിട്ടാണ് മരിച്ചെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് മാറുന്നുള്ളത്. ഇത് മാറും. അതെ, ഇപ്പൊ ഈ വിഷയത്തിൽ വരെ ചിലപ്പോൾ ആദ്യം 2 അഭിപ്രായങ്ങൾ വന്നേക്കാം. മരണത്തിന് ശേഷം എല്ലാവരും പുള്ളിക്കാരി നേരെ തിരിഞ്ഞു. ഇത് തന്നെ എപ്പോഴാണ് ശ്രീലക്ഷ്മി അറക്കൽ ഇത്തരത്തില് സവാദിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഇത് മരണം ഒരു മനുഷ്യന് ഇതാക്കും മാറ്റും. ഇത് മരണത്തിൽ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല. അപ്പൊ ഇതിൽ രണ്ട് ആസ്പെക്ട്സ് പറയാം.
സവാദ് വിഷയം വന്ന സമയത്ത് സവാദിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 കുട്ടികളിൽ കൂടുതൽ സവാദിൽ നിന്ന് സിമിലർ അനുഭവം ഉണ്ടായവർ പുറത്ത് വന്നിട്ട് പറയുന്നു. കോൾ ഔട്ടാണ്. ദീപക് വിഷയം വരുന്നു. ഓക്കെ, ഈ വ്യക്തി മരിച്ചിട്ടോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പും ഒരു ഇനഫ് ടൈം ഉണ്ടല്ലോ, ടൈം ഗ്യാപ്പിന് 3 ദിവസത്തെ ടൈം ഗ്യാപ്പിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. എവിടെയെങ്കിലും ഈ വ്യക്തി ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റി ചെയ്തതായിട്ട് ആരെങ്കിലും പറഞ്ഞു? അയാളുടെ മുഖം അടക്കാണ് ആ ലേഡി ഇട്ടിട്ടുള്ള, ആരും പറഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷം ഇന്നൊരു പെൺകുട്ടി എന്ന് പറയുന്നു ആർത്തവ സമയത്ത് ആ കുട്ടി ബസ്സിലിരുന്ന് കരഞ്ഞ സമയത്ത് ദീപക് അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുക, ഈ ചേട്ടനെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരാള് മരണശേഷം അയാൾ ചെയ്ത പ്രവർത്തികളിലൂടെയാണ് എന്ത് അയാൾ ഗ്ലോറിഫൈഡ് ആവുന്നത്. അത് അയാളുടെ മേത്ത് വീണ കറ, അത് ആരോ ഇട്ട് കൊടുത്ത കറ എന്നുള്ളത് ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞപ്പോൾ അയാളെ ഗ്ലോറിഫൈ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇറങ്ങുന്നതാ. ഇപ്പൊ സവാദിനെ എന്തായാലും വിളിപ്പിക്കാൻ ഇറങ്ങാത്തെ? സവാദിനെ മതം പറഞ്ഞ് കുറെ ടീം വിളിപ്പിക്കാൻ ഇറങ്ങിയിരുന്നു. രണ്ടാമതും കയറി ബസ് കയറി ഇതേ തമ്മാടിത്തരം കാണിച്ചപ്പോൾ ആളെ മനസ്സിലായി, എല്ലാവരും സ്കൂട്ടായി. ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവരെ, ഞാൻ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, ശ്രീലക്ഷ്മി അറപ്പ്, അതിലും കൂടുതൽ വാക്കില്ല. കാരണം ഇവരിപ്പോഴും വന്ന് പറയുന്നത് എന്താ, ഈ ലേഡി മരിച്ചാൽ എന്നാ ചോദിക്കുന്നത്. മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നാടൊറ്റടങ്കം സംസാരിക്കുക, നാളെ ഇതേപോലെ ഒരാൾ ചെയ്യരുത്, സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. കാരണം ഈ മനുഷ്യന്റെ ലൈഫിന്റെ എവിടെ ഒരു ന്യൂക്ക് ആൻഡ് കോർണറിൽ ഇപ്പൊ നടന്ന് ഇത്രയും 24-48 മണിക്കൂറായിട്ട് ഇന്നേ വരെ ആ വ്യക്തിയിൽ നിന്ന് അനുഭവമുള്ള ഒരാളും ഇല്ല. ഇനിയിപ്പോ ഓക്കെ, അതൊന്നും ഇല്ലാത്തൊരാൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഇയാളിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ അടക്കം ഞാൻ ചോദിക്കുന്നത്, ശ്രീലക്ഷ്മി അറക്കലിന് ഇത് പറയാനുള്ള എന്താ അർഹതയുള്ള? വേടന്റെ കേസിൽ വന്നിരുന്നു, വേടൻ അടിമുടി സപ്പോർട്ട് കൊടുത്ത ഒരാളായി ശ്രീലക്ഷ്മി അറക്കൽ. വേടനെതിരെ മീറ്റു ആരോപണം വന്നത് ഇഫ് ഐ എം നോട്ട് റോങ് 12-ൽ കൂടുതൽ മീറ്റു ആരോപണങ്ങൾ. റീസെൻ്റ്ലി വന്ന 3 കേസുകളിൽ ഒരു കേസ് ഞാൻ കൃത്യമായി സ്റ്റഡി ചെയ്തതാണ്. വളരെ മൃഗീയമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള പീഡനമാണ് നടന്നിട്ടുള്ളത്. അതവർ തുറന്ന് പറയുന്നുണ്ട്. ഈ സമയത്തും ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് എന്താ അറിയോ, ഈ കൺസെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യണം ഒരാളെ. സ്വന്തം സുഹൃത്താവുമ്പോൾ അത് വ്യക്തി താല്പര്യങ്ങളല്ലേ, ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അയാൾ ചെയ്ത പ്രവർത്തികളെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ സൊസൈറ്റിയിലെ മറ്റേ സ്ത്രീക്ക് വേണ്ടി ഫെമിനിസം, ഇവരുടെയൊക്കെ ഡയമെൻഷനിൽ എന്താ ഫെമിനിസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാണായി എനിക്ക് തുറന്നു പറയാൻ പറ്റും എന്താണ് ഫെമിനിസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസം എന്താ, സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതല്ല ഫെമിനിസം. എന്നോട് ഫെമിനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്താണ് ഒരു സ്ത്രീ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അത് എന്നിലേക്ക് എത്തുന്ന ഇമ്പാക്റ്റ് എന്താ, അതാണ് എനിക്ക് ഫെമിനിസം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇവർക്ക് തോന്നിയ പോലെയാണ്. 10 സ്ഥലത്ത് പോയിട്ട് മറ്റേ ബാഗും തൂക്കി സാരി ഇട്ട് പൊട്ടും തൊട്ടിട്ട് ഫെമിനിസം ആവും? തോന്നിയവർക്ക് വേണ്ടി തോന്നിയ സംസാരിച്ച ഫെമിനിസം ആവും? ഇല്ല. അപ്പോൾ സ്യൂഡോ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൈഡാക്കും. പിന്നെ വായന്ന് വരുന്ന വർത്തമാനങ്ങൾ എല്ലാവർക്കും വർത്തമാനം പറയാൻ അറിയാം, എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഇതിനൊരു ലൈസൻസ് കിട്ടി എന്നുള്ളത് കൊണ്ട് കുറച്ചധികം സംസാരിക്കുക എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത്രയും ഞാൻ ശ്രീലക്ഷ്മി അറക്കലിനെ കാണുന്നുള്ളൂ. ലൈസൻസ് എപ്പോഴോ കിട്ടിപ്പോയി, 10 തെറി വിളിച്ചാലും ഇവളങ്ങനെയാന്നുള്ള സ്റ്റാമ്പിങ് ആയി. അപ്പം ആ മനുഷ്യൻ അങ്ങനെ സംസാരിക്കും, അപ്പം എനിക്ക് എന്തും പറയാം, അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഇത്രയും ബ്ലണ്ടർ വിളിച്ചു പറയാൻ പാടും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ എപ്പോഴും വിളിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കേറുണ്ട്, നമ്മൾ ഈ വിഷയങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ടാവുക, സൈഡിന് പോസ്റ്റ് വളരെ അപൂർവമായിരിക്കും, ചിലപ്പോൾ ഡെയിലി വരുന്ന വീഡിയോ റിയാക്ഷൻ ഉണ്ടാവുക. ഇതല്ലാതെ സൈഡ് സ്റ്റോറി നോക്കുന്ന സമയത്ത് നിത്യം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കുറേ വരുന്നുണ്ട്. ആ കാണുന്നതിൻ്റെ ഒരു 10-20 ഇരട്ടിയിലധികമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഇത് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇടാതെ സായെ പോലെ ചെയ്യുന്നവരടുത്ത് ഇടുക, കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാവും, റീച്ച് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് സായ പോലുള്ള ആൾക്കാർക്കാണ്. ഇതിലെങ്ങനെ തിരിച്ചറിയുക, ഇതെങ്ങനെയാണ് ഇതിനെ ഓഡിറ്റ് ചെയ്യുക, ഇതിൽ ശരികേടുകൾ. ഞാൻ ശ്രദ്ധിച്ചാൽ ആദ്യമൊക്കെ സായ ഇടുന്ന പോലെ ഇപ്പൊ ഇടുമ്പോൾ ചിലപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം, കാണാം ഇതിലെ യാഥാർത്ഥ്യം എന്താ അറിയുന്നവരെ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചിരിക്കുന്നത്? പഠിച്ചതാ, ഇട്ടിട്ട് പഠിച്ചതാ. ആദ്യവും ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ എനിക്ക് റീച്ചിന്റെ കാര്യത്തിന് എന്നുള്ളതൊക്കെ കുറവാ ഉണ്ട്. ഇറ്റ്സ് ദെയർ. പണ്ട് ഒരു 90-10% ആണെങ്കിൽ 50-50. 50% റീച്ചും 50% യഥാർത്ഥം ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള മൂഡാണ്. ഓബിയസ്ലി അരി മേടിക്കേണ്ട പരിപാടിയാണ്, അതിന്റെ പ്രോസസ്സാണ്. പക്ഷെ ഞാൻ നേരത്തെ പറയുമ്പോൾ മറ്റത് 90% അരി മേടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പൊ ഇല്ല, അപ്പൊ ഒരു 50-50 ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് കൊണ്ട് എനിക്കൊരു വള്ളി വരരുത് എന്നുള്ളു. പണ്ട് വള്ളി വന്നാലും കുഴപ്പമില്ല, മൈൻഡ് സെറ്റ് ആയിരുന്നു. മാറി എന്നൊക്കെ മാറി. ഇപ്പൊ ഈ ചെയ്യുന്നവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എന്ത് കുഴപ്പമില്ല, റീച്ച് ആവണം. ഇതെല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഉണ്ട്. അത് കാര്യം തുറന്നു പറയില്ല എന്നുള്ളൂ. ഞാനൊക്കെ ആദ്യം നമ്മളൊക്കെ വിചാരിച്ചതാ വൈറലായിരുന്നു, വീഡിയോയിൽ 10 തെറി വിളിക്കുക മാസാവും.
ഇപ്പൊ അതൊക്കെ മാറി. അപ്പൊ മാറി നമ്മൾ എന്ത് വേണം പറഞ്ഞു കൊടുക്കണം അവർക്ക്, ഞാൻ എന്തുകൊണ്ട് മാറി എന്നുള്ളത്. ഞാൻ മാറാൻ കാരണമുണ്ട്, എനിക്ക് കേസുകളുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുന്നതിന്റെ പേരിൽ പിന്നെ ഇഷ്ടംപോലെ അതെങ്ങനെയാണ് ശരിക്കും ഡിഫമേഷൻ വരും, ക്രിമിനൽ കേസ് വരും, പല രീതിയിലുള്ള ത്രട്ടുകൾ വരും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ സാധനം കൊണ്ട് നമുക്ക് വരുന്നതിന്റെ അളവ് കുറയ്ക്കാനാ ഞാൻ നോക്കുന്നത്. വരുന്ന ത്രട്ടിന്റെ, വരുന്ന ഭീഷണികളുടെ, വരുന്ന എന്റെ സമയം പോകും. ചിലപ്പോൾ ഒരു വീഡിയോ ഇടും, ആ വീഡിയോന്റെ മുകളിൽ ചിലപ്പോൾ ഞാൻ ആരുടെ ലൈക്ക് ഓപ്പോസിറ്റ് ആണോ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവ് ആർക്കെതിരെയാണോ വെക്കുന്നത്, അവർ വിളിച്ച് മണിക്കൂറോളം ചിലപ്പോൾ സംസാരിക്കും. അപ്പൊ അതിന്റെ ഡേന്റെ ഒരു എൻറ്റയർ ഡേ ചിലപ്പോൾ അവിടെ ഫോണിൽ പോകും. ഞാൻ മാക്സിമം ഇപ്പൊ നോക്കുന്നത് എന്താ അറിയോ, എല്ലാം മുക്കും മൂലം അടയ്ക്കണം, അടച്ചു പൂട്ടിയിട്ടേ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ വിഷയം ഡ്രോപ്പ് ചെയ്യാണ്, ആവശ്യമില്ല. എന്തിനാ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിഷയം എടുക്കുമ്പോൾ സ്പോണ്ടേനിയസ്ലി, ഇപ്പൊ എനിക്കൊക്കെ സംഭവിക്കുന്ന ആദ്യ കാലത്ത് സംഭവിച്ചു വെച്ചാൽ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ചാടി കയറി അടിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ കോൺസിക്വൻസസ് പിന്നെ വരാൻ പോണേ. ഈ വന്ന സാധനങ്ങൾ ഇപ്പോഴും 4 കൊല്ലം മുന്നേ ചെയ്തതിന്റെ വീഡിയോന്റെ കോൺസിക്വൻസ് ഇപ്പോഴും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇന്നാൾ തന്നെ ഒരു വീഡിയോ ആയിരുന്നു, ഒരു കുട്ടികളൊരു കാർന്ന ഒരു തല്ലണ സംഭവം. അപ്പൊ ആദ്യം വന്ന് എന്തിനാണ് തല്ലണ എന്നുള്ള സാധനം, പിൽക്കാലത്ത് അത് ദിവസം അതെ വന്നു എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യ കാഴ്ചയിൽ എവിടുന്ന് കാണുന്നു അതിനൊപ്പം കൂടാണ്. അപ്പൊ മാധ്യമ വിചാരണ ശരിക്കും നടക്കുന്നു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായി, അതിലാ ഏറ്റവും വയസ്സായ അങ്ങേര്, ഷർട്ടൊന്നും ഇടാത്ത അങ്ങേര്, മഹാബോക്ക. അങ്ങേരെ വായൽനാവ് ശരിയല്ല. കാരണം അങ്ങേര് ആ കിടന്ന കിടപ്പിൽ കിടന്ന് വിളിക്കണ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇനി ആരുന്നില്ല, പട്ടിയാണെങ്കിൽ ഒരു കടിച്ചിട്ടു അങ്ങനത്തെ തെറി അങ്ങേര് വിളിക്കണ. ഇത് ഞാൻ റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നു. ചിലരുടെ വിചാരം ഞാൻ കാറിന്ന് ഇറങ്ങാറില്ല, പുറത്ത് വരാറില്ല എന്നാണ്. ഞാൻ ഈ 30-33 വയസ്സിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ കിട്ടേണ്ട എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ അറിയാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതേപോലെ സെയിം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. വയസ്സായ ഒരു ഹോം ഗാർഡിനായിട്ട് ഞാൻ ഒരു വട്ടം അടി ഉണ്ടാക്കി, ഞാനും അച്ഛൻ അന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയം. ഇയാളെ വായ കൂടി പോകുന്നു എങ്ങനെ, ഈ മുത്തച്ഛൻ്റെ പ്രായമുണ്ട്, 65-70 വയസ്സുള്ള ഒരു കാക്ക. അയാൾ ചുറ്റുപാടും ആരാ നോക്കുന്നില്ല, വണ്ടിക്കകത്ത് പെങ്ങളുണ്ടോ അമ്മളുണ്ടോ നോക്കണില്ല, തെറി വിളിക്കുക അങ്ങേര്, കൈ വെക്കില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? പ്രായം നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം, അയാൾക്ക് സ്വയം റെസ്പെക്ട് വേണം, സ്വയം ബോധ്യം വേണം. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളാണ്, ഞാൻ ഇത് ചെയ്യാൻ പാടില്ല, ഞാനാണ് മാതൃകയാവേണ്ടത് എന്നുള്ള സ്വയം ബോധമുള്ള ആളാണ്. അതില്ലാത്ത പ്രായമായവർ പിന്നെ അവരെങ്ങനെ കൺട്രോൾ ചെയ്യും? പ്രായമായവരെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെറുതെ വിടാൻ പറ്റും? ഇവിടെ ഏറ്റവും കൂടുതൽ സീൻ ഞാൻ പറഞ്ഞത്, പ്രായമായവർ അവരുടെ പ്രായം മുതലെടുക്കുന്നവരുണ്ട്, ആ വയസ്സ് മുതലെടുക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ സത്യഭാമയെ പോലുള്ള നമുക്ക് കൂടുതൽ ഇത് ബാധിച്ചിട്ടുണ്ടാവുക കിട്ടിയിട്ടുണ്ടാവുക ബോയ്സിന് റോഡിലുണ്ടാവുന്ന ആക്സിഡന്റ് കേസിലാണ്. ഞാൻ പറയാൻ കാരണം എപ്പോഴും ഉണ്ടാവുന്ന വിഷയങ്ങളിൽ യൂത്തിന്റെ സൈഡ് ശരി തെറ്റുകൊണ്ടോ നോക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ നേരെ വരും. പ്രായം കൂടുതൽ വിസിബിൾ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾ കൂടുതൽ. ഞാൻ ആ ഒരു 50-40 അല്ല പറയുന്നത്, ഈ 60-70s ഇപ്പൊ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, ഈ 60-70 കഴിഞ്ഞവരുടെ ഒരു വിളയാട്ടം കൂടുതലാണ്. സത്യഭാമ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്, കലാഭവൻ സത്യഭാമ. അവർക്കറിയാം ആ ഏജിൽ അവരാരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ കിട്ടുന്നത് നല്ല ലെവലിൽ വന്നുകൊണ്ടിരിക്കില്ല. അവരെ മുഖത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തള്ളയെന്നാ വിളിച്ചത്. എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല വേറെ ആളെയും തള്ളയെന്നുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്ത് ലൈഫിൽ ഒരാളെയും തള്ളയെന്ന് വിളിച്ചിട്ട് സംതൃപ്തിയോട് കൂടി വിളിച്ചിട്ടില്ല, മനസ്സ് പറഞ്ഞിട്ട് സ്ക്രാച്ച് ആമിന് തള്ളയറി. കാരണം വിളിച്ചു പോവും, അങ്ങനത്തെ പരിപാടിയല്ലേ കാണിച്ചു കൂട്ടുന്നത്, വിളിക്കാതിരിക്കും ആരെങ്കിലും. അപ്പൊ ചിലര് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, പ്രായമൊന്നുമില്ല, അവർക്ക് കിട്ടുന്നത് അവർ വാങ്ങി വെച്ചാൽ അവർക്ക് സമാധാനമായി ഉറങ്ങാം. അങ്ങനെയുള്ളവർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വീഡിയോ ഉണ്ടപ്പോൾ, ഈ അടി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടപ്പോൾ എനിക്ക് അത് തോന്നി. ഞാനതൊരു കുറേ വട്ടം പ്ലേ ചെയ്തു. ഞാൻ എങ്ങനെയാ അറിയാം, വീഡിയോ കെട്ടിയാൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഐസൊലേറ്റ് ചെയ്യും. ഇപ്പൊ ഉണ്ടല്ലോ, ആ വോയിസ് മാത്രം കേട്ട് വെക്കും, കുറെ റിവൈൻഡ് അടിച്ചു നോക്കും, സ്ലോ മോഷനിൽ നോക്കും, സൂം ചെയ്ത് നോക്കും. ഞാൻ കംപ്ലീറ്റ് ഇപ്പൊ ഈ ബസ്സിലുണ്ടായ ഇഷ്യൂ, അയാളുടെ കയ്യിൽ ദീപകിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് ലെഫ്റ്റിൽ. ഒരു മനുഷ്യൻ ഇങ്ങനെ തിരിയുമ്പോൾ ഈ ബാഗ് കയ്യിൽ നിന്ന് എടുത്ത് ഈ കൈ ഇത് രണ്ടും പൊക്കും. ഈ ബാഗ് കയ്യിലുള്ളതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ പൊങ്ങിയത്. അപ്പൊ അതിന്റെ ഇടയിൽ പോയി വെച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട്? അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. അയ്യോ അതൊക്കെ മെൻസ് അസോസിയേഷൻ ഒക്കെ കോമഡിയോ, ആർക്കാ മെൻസ് അസോസിയേഷൻ? ഇവിടെ ശരിക്കും മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് അതിന്റെ അനിവാര്യമുണ്ടോ, ആവശ്യകതയുണ്ടോ? ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി അനിവാര്യമാണോ ചോദിച്ചാൽ, നമ്മളെ സൊസൈറ്റിയിൽ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ ശരിക്കും നമുക്ക് നല്ല സോളിഡ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമങ്ങളുണ്ട്. ആണിന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇല്ല എന്നുള്ളൂ, ബട്ട് ഇറ്റ്സ് ദെയർ. സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. 1-2 വിഷയങ്ങൾ കൊണ്ട് സ്ത്രീകളെ
അങ്ങോട്ട് എഴുതി തള്ളണം. മെൻസ് അസോസിയേഷൻ വന്നാൽ എന്താ ഉണ്ടാവുക അറിയാം? ഇവിടെ അത് മുതൽ പെണ്ണുങ്ങൾ എങ്ങനെയാണോ അവരുടെ ഈ നിയമത്തിൻ്റെ കുറച്ച് സാധ്യതകൾ മുതലെടുക്കുന്നത്, അതിന് ഇരട്ടി ആണുങ്ങൾ ഇത് മുതലെടുക്കാനുള്ളവരുണ്ട്. അവർ മുതലെടുക്കും. പിന്നെ സ്ത്രീകളുടെ കാര്യം പോക്കാം. മെൻസ് അസോസിയേഷനും വരുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് പലരുടെ നിലപാടുകൾ മാറിയതാണ്. ഇതിൻ്റെ മുമ്പ് വന്ന് മെൻസ് അസോസിയേഷൻ വട്ടിക്കാർ പുള്ളി അവരുടെ അസോസിയേഷൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത് കോമഡി ആയിട്ടും പരിഹാസ രൂപേണയും വന്ന കമൻറ്റുകളാണെങ്കിൽ ഇന്നൊറ്റ വിഷയത്തിൽ ആൾ വന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമൻസ് വരുന്നതിൽ കൂടുതലും അങ്ങനെയാണ്, മെൻസ് അസോസിയേഷൻ വേണം, ഇത് വേണം. അതായത് ഒരൊറ്റ ഇതുകൊണ്ട് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഇയാളാണ് മെൻസ് അസോസിയേഷന്റെ മെയിൻ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യേനെ, പൈസ കയ്യിൽ വന്ന സ്വന്തം ഭാര്യേനെ അമ്മേനെ തീയിട്ട് ചുടുന്നു പറഞ്ഞ ആളാ. ഇന്ത്യയിലുണ്ട് വോയിസ് ഇരിക്കുന്നു. ഞാനാണത് 24 ഹാഷ്മിക്ക് അയച്ചു കൊടുത്തത് ഗ്രൂപ്പിൽ നിന്ന് ഈ വോയിസുകൾ. ഈ സാധനങ്ങൾ ഇന്ത്യയിൽ കംപ്ലീറ്റ് ഇരിക്കും. ഇവൻ എന്താന്നുള്ളത്, ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പെണ്ണുങ്ങൾക്ക് ഒരു മൈൻഡ് ഉണ്ട്. ഈ ശ്രീലക്ഷ്മി അറക്കലൊക്കെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരോടുള്ള വിരോധം, ഒരു ദേഷ്യം. അതുപോലെയാണ് ഈ കൂട്ടത്തിലുള്ള കുറേ എണ്ണത്തിന് സ്ത്രീകളോടുള്ള ദേഷ്യം, വൈരാഗ്യം. അവർക്ക് അമ്മ പെങ്ങളൊന്നുമില്ല, അവരാരെ വേണം എന്ത് ചെയ്യും. ശരിക്കും ഇത് സ്ത്രീ വിരോധമാണോ സംഭവിക്കണേ അതോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്? അതാണ് ആദ്യം പറഞ്ഞാണ് വിരോധമാണ്. സ്ത്രീ വിരോധവും പിന്നെ കുറച്ച് പൈസ ഉള്ള ആണുങ്ങൾക്കുള്ള അവരുടെ തെമ്മാടിത്തരം മറക്കാനുള്ള മാറി. ഇത് മാത്രമായിട്ടൊരു പുരുഷ കമ്മീഷൻ ഇവിടെ മാറും, ഡെഫിനറ്റ്ലി മാറും. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. കാശുള്ളവനും പൊളിറ്റിക്കൽ പവർ ഉള്ളവനും കുറേ ബിസിനസ്സുകാർക്കും അങ്ങനെയുള്ളവർക്ക് അവർക്ക് എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് ലാസ്റ്റ് ഒരു കേസ് വരാതെ ഊരി പോകാനുള്ള ജസ്റ്റ് ഒരു യന്ത്രമായിട്ട് ആ സാധനം ഇരിക്കും ഇപ്പോഴുള്ള ഈ ആൾക്കാരുടെ കയ്യിൽ. എങ്കിൽ ഇതൊരു മാറ്റി വരണം, ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരണം, ഈ രീതിയിലേക്ക് എല്ലാം ആണെങ്കിൽ സായിക്ക് എന്താ തോന്നണേ? എത്തരത്തിലുള്ളൊരു സംഭവം വരണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഫേക്ക് കേസുകൾ ആണ് കൊടുത്താലും പെണ്ണ് കൊടുത്താലും അതിലൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ മതി. ഒരു ഫേക്ക് അലിഗേഷൻ വന്നു, ഒരു ഫേക്ക് കേസ് വന്നു, സ്ത്രീയാണ് കൊടുത്തത്, സ്ത്രീക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന ഒന്നും ആരും കൊടുക്കരുത്. ആ കേസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അന്വേഷിച്ച് ആ സ്ത്രീക്ക് ശിക്ഷ കൊടുത്തു കൊടുക്കും. പക്ഷേ ഇതിന്റെ സത്യം വരുന്നതിനേക്കാളും മുമ്പ് ഒന്നാമത് ആദ്യം മാധ്യമ വിചാരണ വരും, മാധ്യമത്തിൽ വന്നിട്ട് ആൾക്കൂട്ട വിചാരണ വരും. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞത് ആദ്യമേ ആളുകൾ തന്നെ അത് റിയലൈസ് ചെയ്യണം മനുഷ്യൻ. പക്ഷെ വേറെ കാര്യം, ഇപ്പൊ ഒരാളെ പ്രതി ചേർക്കപ്പെട്ടു, ഇനി ആള് കുറ്റാരോപിതനായി, ആൾക്കൊരു തെറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവർ വരിക. മനുഷ്യൻ അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ആളുകളും മൈൻഡ് സെറ്റ് മാറുന്നില്ല, അഡാപ്റ്റ് ചെയ്യണം. ഞാൻ പറയാം, ഇപ്പൊ നാളെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വണ്ടി ഭയങ്കര റാഷ് ആയിട്ട് ഓടിക്കുന്ന ആളാണ്, ഞാൻ ഒട്ടും അങ്ങനെ കെയർഫുൾ അല്ല. ഇനി ആണെങ്കിൽ തന്നെ എനിക്ക് ഒരു മൈൻഡ് ചിലപ്പോൾ കഴിയും. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അവിടെ എൻ്റെ ലൈഫിൽ, ഞാനെങ്ങാനും പോയി വല്ലോടത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരാൻ പോണ എന്താ, സീക്രട്ട് ഏജന്റ് കാറിലിരുന്ന് റാഷ് ഡ്രൈവ് ചെയ്ത് ഇടിച്ച് വീഡിയോ ചെയ്തിട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്ത് ലൈഫിൽ സംഭവിച്ചാലും ഒരാൾക്കൂട്ട വിചാരണ എനിക്കെതിരെയും വരും. ഞാൻ പ്രിപ്പയർഡാണ്. ലൈഫിൽ ഇനി എല്ലാവരും അങ്ങനെ ആവണം. നമ്മളെ ചുറ്റും ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഒരാളും വിചാരിക്കേണ്ട സെലിബ്രിറ്റീസിൻ്റെ ചുറ്റും മാത്രമേ ക്യാമറ ഉള്ളൂ, അവർ മാത്രമേ പ്രൈവസി പോയവരുള്ളൂ എന്നുള്ള. എല്ലാവരും പ്രൈവസിയും പോയി, ഒരു മനുഷ്യന് പ്രൈവസി ഇല്ല. മാധ്യമ വിചാരണ വരും, സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് വരും. നമ്മൾ തെറ്റുകാരനല്ലെങ്കിൽ ചങ്കുറ്റത്തോട് നിന്നിട്ട് എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക മതി.